ഒരു സമൂഹത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് എന്നതാണ് പ്രധാനം. അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ വ്യക്തി എന്ന് പറയുന്ന സങ്കല്പത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിക്കുന്നത് ഈ ലിബറലിസത്തിൻ്റെ, അതായത് യൂറോപ്പിലെ നേരത്തെ പറഞ്ഞ വ്യവസായ വിപ്ലവത്തിൻ്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസത്തിൻ്റെയും ഒക്കെ സന്ദർഭത്തിലാണ്. അപ്പോൾ ഈ ആധുനിക സമൂഹത്തിൽ മതങ്ങൾ എങ്ങനെ നിലനിൽക്കണം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വൈയക്തിക തലത്തിൽ നിൽക്കുന്നതാണ് മതം. മതം എന്ന് പറയുന്നത് അധികാരരൂപമായിട്ട് നിലനിൽക്കേണ്ടതല്ല. നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു സംജ്ഞയാണ്, ഒരു സങ്കല്പനമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഈ സങ്കല്പത്തെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ഈ ഒരു സങ്കല്പം ചരിത്രപരമായി രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ്, എന്തൊക്കെ അർത്ഥത്തിലാണത് നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളിലും ദൈനംദിന ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉപയോഗിക്കുന്നത് എന്ന് സാമാന്യമായി, വളരെ സാമാന്യമായി ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ലിബറലിസം എന്ന വാക്ക് ലിബർ എന്ന് പറയുന്നൊരു ലാറ്റിൻ പദത്തിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു മൂലരൂപമാണ് ലാറ്റിനിൽ ലിബർ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ ലിബറലിസം എന്ന വാക്ക് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ ഉണ്ടായി വന്ന ഒരാശയം ആണ്. പ്രധാനമായും യൂറോപ്പിലെ വ്യവസായ വിപ്ലവം, മുതലാളിത്തത്തിൻ്റെ ആവിർഭാവം, സാങ്കേതിക വിദ്യയുടെയും സയൻസിൻ്റെയൊക്കെ വളരെ ശക്തമായ മുന്നേറ്റം, ഈ ഒരു സന്ദർഭത്തിലാണ് തത്വചിന്തയുടെയും ജീവിത ദർശനത്തിൻ്റെയൊക്കെ ഭാഗമായി ലിബറലിസം എന്ന വാക്ക് ഉണ്ടാവുന്നത്. സയൻസ് യൂറോപ്പിൽ ഇന്ന് പറയുന്ന ആധുനിക സയൻസ് രൂപപ്പെട്ടു വരുമ്പോൾ അവിടെ നിലനിന്നിരുന്ന ഈ മതാധിപത്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റേതുമായിട്ടുള്ളൊരു സാഹചര്യത്തെ ഈ പുതിയ സയൻസിൻ്റെ കണ്ടെത്തലുകളും അതിൻ്റെ വളർച്ചയും എല്ലാം വാസ്തവത്തിൽ അതിനെ അസ്ഥിരപ്പെടുത്തുന്നതായിരുന്നു. ആ കാലത്ത് യൂറോപ്പ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫ്യൂഡൽ സാമൂഹ്യ ഘടനയ്ക്കകത്താണ് നിലനിന്നിരുന്നത്. ആ സമൂഹം പതിയെ ഒരു മുതലാളിത്ത സമൂഹമായി മാറുന്നതിൻ്റെ സൂചനകൾ നമുക്ക് നേരത്തെ പറഞ്ഞ 17-18 നൂറ്റാണ്ടുകളിൽ കാണാം. അങ്ങനെ ഉൽപ്പാദന സമ്പ്രദായത്തിലും ഉൽപ്പാദന വ്യവസ്ഥയിലുമൊക്കെ മൗലികമായിട്ടുള്ളൊരു മാറ്റം ആ സമൂഹത്തിൽ വരികയും അത് ഫ്യൂഡൽ സമ്പ്രദായത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ വ്യവസായ മുതലാളിത്തത്തിലേക്ക് പതിയെ ചുവടുമാറുകയും ആ ഒരു പുതിയ ഉൽപ്പാദന വ്യവസ്ഥ ഒരു പുതിയ സാമൂഹ്യ ഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ആ സാമൂഹ്യ ഘടന പഴയ തരത്തിലുള്ള അധികാര രൂപങ്ങളുമായി സന്ധി ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു പുതിയ സാമൂഹ്യ രൂപം ആയിരുന്നു. അങ്ങനെയാണ് നാം ഈ പറയുന്ന ഫ്യൂഡലിസത്തിൻ്റെ അധികാര രൂപങ്ങളെയും ഫ്യൂഡലിസത്തിൻ്റെ സദാചാര മൂല്യങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ കുറേ ആശയങ്ങൾ യൂറോപ്പിലുണ്ടായി വരുന്നത്.
ആ ആശയ സമുച്ചയത്തെ സാമാന്യമായി നമ്മൾ പറയുന്നൊരു പേരാണ് ഈ ലിബറലിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലിബറലിസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ചിന്തകനോ അല്ലെങ്കിൽ ഒരു ചിന്താധാരയോ അല്ല, നിരവധി ചിന്തകരുടെ ആശയങ്ങൾ സമന്വയിക്കുന്ന വളരെ വിപുലമായ ഒരു സങ്കല്പന പരിസരമാണ് ലിബറലിസത്തിനുള്ളത് എന്ന് കാണാം. അതിലെ ഒന്നാമത്തെ കാര്യം, ഈ ഒരു സമൂഹത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് എന്നതാണ് പ്രധാനം. അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ വ്യക്തി എന്ന് പറയുന്ന സങ്കല്പത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിക്കുന്നത് ഈ ലിബറലിസത്തിൻ്റെ, അതായത് യൂറോപ്പിലെ നേരത്തെ പറഞ്ഞ വ്യവസായ വിപ്ലവത്തിൻ്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസത്തിൻ്റെയും ഒക്കെ സന്ദർഭത്തിലാണ്. നാം ഇന്ന് പറയുന്ന ഇൻഡിവിജ്വൽ, വ്യക്തി എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്നത്. അതുവരെ മനുഷ്യർ പലപ്പോഴും സ്വയം തിരിച്ചറിഞ്ഞിരുന്നത് വ്യക്തി എന്ന നിലയ്ക്കല്ല, ഒരു കൂട്ടത്തിൻ്റെ ഭാഗം, വംശത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ ഭാഗമായി തന്നെ മനസ്സിലാക്കുക. തൻ്റെ സ്വത്വം എന്ന് പറയുന്നത് ആ വംശീയ സ്വത്വമാണെന്നാണ് മനുഷ്യർ പൊതുവെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? അങ്ങനെ ഒരു വ്യക്തി എന്ന ബോധം സമൂഹത്തിലുണ്ടായി വരികയും വേറിട്ട് നിൽക്കുക, സ്വതന്ത്രമായി ചിന്തിക്കുക തുടങ്ങിയ ആശയങ്ങൾക്ക് ബലം കിട്ടുകയും ചെയ്യുന്നത് ഈ സന്ദർഭത്തിലാണ്. അങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികളുടെ ഒരു സമൂഹത്തെയാണ് സാധാരണ നിലയ്ക്ക് നമ്മൾ ലിബറൽ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വ്യക്തിയുടെ ചിന്ത എവിടെ നിന്നുണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അത് അയാളുടെ യുക്തിബോധത്തിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ്. അങ്ങനെ യുക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരാശയമായി. റേഷണാലിറ്റി എന്ന് പറയുന്നത് ലിബറലിസത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരാശയമാണ്. റേഷണലായിരിക്കുക, യുക്തിയോടുകൂടി ചിന്തിക്കുക. യുക്തിചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യത്തെ കാരണവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ കാര്യകാരണ ബന്ധം ശരിയല്ല, അല്ലെങ്കിൽ അതിനെ പുതിയ തരത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വന്നാൽ അതിനെ തിരുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഈ സയൻസിൻ്റെ ഒരു സമീപനത്തെയാണ് നമ്മൾ പൊതുവെ റേഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ, സത്യമാണോ അസത്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ ഈ പറഞ്ഞ ഈ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ കഴിയുകയും ആ കാരണങ്ങൾ കാര്യകാരണ ബന്ധം ശരിയല്ലെന്ന് കണ്ടാൽ അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സമീപനത്തെയാണ് നമ്മൾ യുക്തിബോധം എന്ന് പറയുന്നത്. ആ യുക്തിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾ നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്രമായി ചിന്തിക്കുന്നത്. അതുകൊണ്ട് വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരു ഘടകമല്ല. സമൂഹത്തിൽ നേരത്തെ വംശത്തിൻ്റെ കാര്യത്തിലോ ജാതിയുടെ കാര്യത്തിലോ ഒക്കെ പറഞ്ഞാൽ അതൊക്കെ ആദ്യമേ നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ പഴയ നമ്മുടെ ചൊല്ലിൽ പറയാറുണ്ടല്ലോ, ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന് ചോദിക്കും. അപ്പോൾ ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന് ചോദിച്ചാൽ ഒരാളുടെ വ്യക്തിത്വം എന്നോ അല്ലെങ്കിൽ സ്വത്വം എന്നോ അയാളുടെ ചിന്ത എന്നോ ഒക്കെ പറയുന്നത് അയാളുടെ വംശബന്ധവുമായിട്ടാണ്, അല്ലെങ്കിൽ ഗോത്രബന്ധവുമായിട്ടോ ജാതി ബന്ധങ്ങളുമായിട്ടോ ഒക്കെ ചേർത്ത് വെച്ച് ആലോചിക്കുന്നതിനെയാണ് നമ്മൾ പൊതുവെ ഈ പറഞ്ഞ ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലിബറലിസം പറയുന്നത് അങ്ങനെയല്ല. നമുക്കങ്ങനെ ജാത്യാൽ മനുഷ്യരാണ് നമ്മളൊക്കെ. ആ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. കാര്യകാരണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ശരിതെറ്റുകൾ മനസ്സിലാക്കാനുള്ള ഏജൻസി എന്ന് പറഞ്ഞാൽ അതിനുള്ള നിർവാഹകത്വം മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് മനുഷ്യർ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യന് ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് മാറാൻ കഴിയും. അങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ മൗലികമായ പ്രകൃതത്തെ പുനർനിർവചിക്കുകയാണ് ലിബറലിസം ചെയ്തത് എന്ന് പറയാം. ആ നിലയ്ക്ക്
ഈ ലിബറലിസത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സങ്കല്പങ്ങളാണ് മനുഷ്യൻ എന്ന സങ്കല്പവും ഈ പറഞ്ഞ സ്വതന്ത്ര ചിന്ത എന്ന സങ്കല്പവും. മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത മനുഷ്യനെ ഒരു ബീയിങ് ആയിട്ടല്ല, അതായത് ആയിത്തീർന്ന ഒന്നായിട്ടല്ല, ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നായി, ചിന്തിക്കുന്തോറും മാറുന്ന ഒരു 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 ഉണ്മയാണ് മനുഷ്യനുള്ളത് എന്ന സങ്കല്പം ഈ ലിബറലിസമാണ് മുന്നോട്ട് വെച്ചത്. ഇത് വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികൾ തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള ഏകാധിപത്യത്തിനോ യുക്തിക്ക് നിരക്കാത്ത ആശയങ്ങൾക്കോ കീഴ്പ്പെടുകയില്ല. അതാണ് സങ്കല്പം. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അധികാരം എന്ന് പറയുന്നത് അതുവരെ നിലനിന്നിരുന്ന ഏകാധിപത്യ സ്വഭാവമുള്ള ഈ ഫ്യൂഡൽ ഭരണകൂടങ്ങളും മറ്റും ഈ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികളുടെ സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും അത്തരം അധികാര രൂപങ്ങൾക്ക് പകരം നാം ഇന്ന് പറയുന്ന ജനായത്വം അല്ലെങ്കിൽ ഡെമോക്രസി എന്നൊക്കെ പറയുന്ന ആശയങ്ങളിലേക്ക് നമ്മൾ പതിയെ കടന്നു ചെല്ലുകയും ചെയ്യുന്നത് ഈ ലിബറലിസത്തിൻ്റെ ഒരു സന്ദർഭത്തിലാണ്. അങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികൾ പരസ്പരം സംവാദങ്ങളിൽ ഏർപ്പെടുകയും ആ സംവാദത്തിൻ്റെ ഫലമായി എല്ലാവരും ഒരു കൺസെൻസസ്, ഒരു 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 പൊതുസമ്മതിയിൽ എത്തിച്ചേരുകയും ആ പൊതുസമ്മതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ ഈ പറയുന്ന ഭരണഘടനാ രൂപങ്ങൾ അല്ലെങ്കിൽ ഭരണരൂപങ്ങൾ അല്ലെങ്കിൽ അധികാര രൂപങ്ങളെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രാഷ്ട്രീയ ക്രമം ഈ ലിബറൽ സമൂഹങ്ങളിൽ ഉണ്ടായി വരാൻ തുടങ്ങി. ഇതൊക്കെ ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതായത് സയൻസിൻ്റെയും സാങ്കേതികവിദ്യയുടെയും മേഖലയിലുണ്ടായ മാറ്റം, അത് സ്വാഭാവികമായും അവിടുത്തെ സമ്പദ്ഘടനയിൽ വരുത്തിയ മാറ്റം, ആ സമ്പദ്ഘടനയിൽ വരുത്തിയ മാറ്റം ഈ പറഞ്ഞ പോലെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികളെയും മറ്റും രൂപപ്പെടുത്തുന്ന ഒരു 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 ദാർശനിക പശ്ചാത്തലം, അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നൊരു പുതിയ സാമൂഹ്യ ഘടന, ആ സാമൂഹ്യ ഘടനയിൽ നിന്നുണ്ടായി വരുന്ന പുതിയ അധികാര രൂപങ്ങൾ, ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വേണം നമ്മളിതിനെ മുഴുവൻ കാണാൻ നിർത്തം. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനായത്ത ഭരണം എന്ന് പറയുന്നത് അതുവരെ നിലനിന്നിരുന്ന ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണകൂട രൂപങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികൾക്ക് എന്തായിരിക്കണം നമ്മുടെ സമൂഹം എന്നതിനെക്കുറിച്ച് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളെ രൂപപ്പെടുത്തുന്നത് ഈ ലിബറൽ കാലഘട്ടത്തിലാണെന്ന് പറയാം. അതായത് മനുഷ്യൻ ഒരു സാമൂഹ്യജീവിയാണ്. സാമൂഹ്യജീവി എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് അയാളുടെ സമൂഹത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ടായിരിക്കും. ആ കാഴ്ചപ്പാടുകൾ വേറൊരാളുടെ കാഴ്ചപ്പാടുമായിട്ട് പൊരുത്തപ്പെടണമെന്നില്ല, പക്ഷേ അവർക്കിടയിൽ സംവാദമാകാം. ആ സംവാദത്തിലൂടെ അവർക്ക് ചില പൊതുവായ ധാരണകളിലേക്ക് എത്തിച്ചേരാം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകരാണ് നമ്മൾ പറയുന്ന റൂസോ, അല്ലെങ്കിൽ വോൾട്ടയർ, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന മൊണ്ടെസ്ക്, അതുപോലെ ആദം സ്മിത്ത്, ഇങ്ങനെയുള്ള നിരവധി ചിന്തകർ ഈ കാലഘട്ടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മൾ ചരിത്രത്തിൽ പഠിക്കാറുണ്ട്. ആദം സ്മിത്ത് ഈ ശാസ്ത്രത്തെക്കുറിച്ച്, സാമ്പത്തിക ശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ വരുന്നത്. അതുപോലെ മൂലധനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ധാരാളം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂസോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് ഈ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സാമൂഹ്യമായിട്ടുള്ള കരാറുകൾ എങ്ങനെയാണ് അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ്. അതായത് ഒരു സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതാണ് ലിബർട്ടി എന്ന് പറയുന്നത്. അതാണ് ലിബറലിസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമൂഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹികമായ സ്വാതന്ത്ര്യം, ഈ സങ്കല്പങ്ങളൊക്കെ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ആരംഭിക്കുന്നത് ഈ ലിബറലിസത്തിൽ നിന്നാണ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ രൂപപ്പെട്ടു വരുന്ന വ്യക്തികളും ആ വ്യക്തികളുടെ സംവാദത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന ഈ സോഷ്യൽ കോൺട്രാക്റ്റ്, സാമൂഹ്യമായിട്ടുള്ള കരാറുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു ജനായത്ത ഭരണം രൂപപ്പെടുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ സയൻസും സാങ്കേതിക വിദ്യയും ഒക്കെ വികസിച്ച് വരുമ്പോഴും
മനുഷ്യൻ്റെ മതവിശ്വാസത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള സങ്കല്പങ്ങൾക്കോ ഒക്കെ പൂർണ്ണമായും തകർച്ച നേരിട്ടു എന്ന് പറയാനാവില്ല. അന്ന് യൂറോപ്പിൽ നിലനിന്നിരുന്ന മതാധിപത്യത്തെയും ഈ സഭകളുടെ ആധിപത്യത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ ആശയലോകം വരുമ്പോഴും ഈ ദൈവസങ്കല്പവും അതുപോലെ തന്നെ മതവിശ്വാസങ്ങളൊക്കെ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ആധുനിക സമൂഹത്തിൽ മതങ്ങൾ എങ്ങനെ നിലനിൽക്കണം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വൈയക്തിക തലത്തിൽ നിൽക്കുന്നതാണ് മതം. മതം എന്ന് പറയുന്നത് അധികാരരൂപമായിട്ട് നിലനിൽക്കേണ്ടതല്ല. അത് വ്യക്തി ജീവിതത്തിൽ വ്യക്തി ധാർമ്മികതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് എന്ന സങ്കല്പം ഈ ലിബറലിസത്തിൻ്റെ കാലത്താണ് രൂപപ്പെട്ടു വരുന്നത്. റിലീജിയസ് ടോളറൻസ് എന്ന് നമ്മൾ പറയുന്ന മതസഹിഷ്ണുത എന്ന് പറയുന്ന ആശയം ഈ കാലഘട്ടത്തിൽ വളരെ പ്രബലമായി വരുന്നുണ്ട്. കാരണം ഈ ലിബറലിസത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ദേശീയതകളുടെ കൂടി കാലമാണെന്ന് നമ്മൾ ആലോചിക്കണം. കാരണം അതുവരെ നമുക്ക് ഇന്ന് കാണുന്ന പോലുള്ള നേഷൻ സ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആ അർത്ഥത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് പറയുന്ന അർത്ഥത്തിലുള്ളൊരു നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഈ നേരത്തെ പറഞ്ഞ ജനായത്ത ഭരണകൂടങ്ങളെ സംബന്ധിച്ചുള്ള സങ്കല്പത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എല്ലാതര ഏകാധിപത്യങ്ങളെയും സാമ്രാജ്യത്വ ശക്തികളോടൊക്കെ എതിർത്തുകൊണ്ട്, മതാധിപത്യത്തെ എതിർത്തുകൊണ്ട് ഈ സ്വതന്ത്രമായിട്ടുള്ള രാജ്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത്, സ്വതന്ത്രമായ ദേശീയതകൾ രൂപപ്പെട്ടു വരുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലിബറലിസത്തിൻ്റെ ഘട്ടത്തിലാണ്. അതുകൊണ്ട് ലിബറലിസവും നാഷണലിസവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ദേശീയതകളും ദേശരാഷ്ട്രങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് ഈ ലിബറലിസത്തിൻ്റെ ഒരു വിശാലമായ പരിപ്രേക്ഷ്യത്തിലാണ് എന്ന് കാണാം. അങ്ങനെ വരുമ്പോൾ ഒരു ദേശം, ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ദേശരാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാരാളം വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, വംശങ്ങൾ ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത്, ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തോടോ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിനോടോ യോജിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളുമായിട്ട് സഹകരിക്കാനും നേരത്തെ പറഞ്ഞ സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട്, സാമൂഹികമായിട്ടുള്ള കരാറുകളുടെ ഭാഗമായിട്ട് ഒരു സമൂഹത്തിൽ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കാനുമൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഈ ആധുനികമായ ഈ ലിബറലിസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. അതായത് ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ബഹുസംസ്കാരങ്ങളും ബഹുമതങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് ഏറെ അഭികാമ്യമായൊരു ആശയമാണ് ഈ ലിബറലിസം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ഈ ടോളറൻസ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങളുടെ വിശ്വാസങ്ങൾ പുലർത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കാനും അതിനോട് സഹാനുഭൂതിയോടുകൂടി അതിൻ്റെ കൂടെ ജീവിക്കാനുമുള്ള നിങ്ങളുടെ സന്നദ്ധത എന്ന് പറയുന്നത് ഈ ലിബറലിസം വിഭാവനം ചെയ്യുന്നൊരു സാമൂഹ്യ രൂപം ആണ് എന്ന് പറയാം. അതുപോലെ ഭരണകൂടത്തിൻ്റെ പങ്ക് വളരെ കുറയ്ക്കുക എന്നുള്ളതാണ് ലിബറലിസം മുന്നോട്ട്. ഒരു മിനിമൽ സ്റ്റേറ്റ് എന്ന് പറയും. ഒരു വളരെ ഭരണകൂടത്തേക്കാൾ ആരാണ് നമ്മളൊരു സോവറിൻ സ്റ്റേറ്റ് എന്ന് പറയാറുണ്ടല്ലോ, അവിടെ പരമാധികാര രാഷ്ട്രം. ഈ പരമാധികാരം എന്ന് പറയുന്നത് ആർക്കാണ്? പരമാധികാരം രാജാവിനല്ല, പരമാധികാരം ഏതെങ്കിലും മതപുരോഹിതനല്ല, പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പറയുന്നത്. ഈ ജനങ്ങൾക്ക് പരമാധികാരമുള്ളൊരു സാമൂഹ്യ രൂപം അല്ലെങ്കിൽ ഒരു അധികാര രൂപത്തെ പറ്റിയാണ് ലിബറലിസം വിഭാവനം ചെയ്തത്. ആ അർത്ഥത്തിൽ ഭരണകൂടത്തിന് ഈ വിവിധ ജനവിഭാഗങ്ങളെ സഹകരിപ്പിച്ച് ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ് ചിന്തിക്കാനുള്ള, അഭിപ്രായം പറയാനുള്ള, വിശ്വസിക്കാനുള്ള, ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒക്കെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ വിഭവങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, വിഭവങ്ങൾക്ക് മേലുള്ള അധികാരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ അടിസ്ഥാനപരമായൊരു വ്യക്തിയാണ് ഏറ്റവും പ്രധാനം. ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ലിബറലിസം പൊതുവിൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം, അതാണ്. അപ്പോൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുക, ഇതൊക്കെയാണ് ഭരണകൂടത്തിൻ്റെ ജോലി. അതല്ലാതെ ഭരണകൂടം
ഒരു പരിധി കവിഞ്ഞ് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കൈകടത്തുന്നതോ അല്ലെങ്കിൽ വ്യക്തിക്ക് മേൽ ആധിപത്യം ചെലുത്തുന്നതോ ലിബറലിസം അംഗീകരിക്കുകയില്ല എന്നതാണ് പ്രധാനം. അതുപോലെ വ്യക്തികളുടെ ഈ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിലെല്ലാ വ്യക്തികൾക്കും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതായത് വിദ്യാഭ്യാസം, അതുപോലെ സമ്പത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു വളരെ വെൽഫെയർ സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പമൊക്കെ വാസ്തവത്തിൽ ലിബറലിസത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വരുന്നതാണ്. പക്ഷേ ആ വാക്ക് കുറച്ച് കഴിയുമ്പോൾ വളരെയധികം തെറ്റിദ്ധാരണയോട് കൂടിയിട്ടുള്ള ഒരവസ്ഥയായിട്ട് മാറുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ നിയോ ലിബറലിസം എന്ന് പറയുന്നത് ആ ലിബറലിസമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. നിയോ ലിബറലിസം എന്ന് പറയുന്നത് മൂലധനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല. അപ്പോൾ അത് പലപ്പോഴും പറഞ്ഞ് അവസാനം ഈ പറഞ്ഞതിൻ്റെ വിപരീതമായി തീരുന്ന ചില സാഹചര്യങ്ങൾ ഭാഷയിലെ വാക്കുകൾക്ക് സംഭവിക്കുന്നത് പോലെ നിയോ എന്ന് ലിബറലിസത്തിൻ്റെ മുന്നിൽ ചേർത്തുകൊണ്ടൊരു വാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിയോ ലിബറലിസം. നിയോ ലിബറലിസത്തിൽ വ്യക്തികൾക്ക് വാസ്തവത്തിൽ ഒരു സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല, വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ പരിപൂർണമായും തകർത്തെറിയുന്ന മൂലധനാധിപത്യത്തിൻ്റെ സന്ദർഭത്തെയാണ് നമ്മൾ നിയോ ലിബറൽ എന്ന് വിളിക്കുന്നത്. അവിടെ ലിബറൽ ആയിരിക്കുന്നത്, സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് മൂലധനത്തിനാണ്, മുതലാളിത്തത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ്. അതിന് ഏത് ദേശത്തിൻ്റെയും ദേശരാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ കടന്നു പോകാനും ലാഭമുണ്ടാക്കാനും വേണ്ടി ദേശരാഷ്ട്രം സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ നവലിബറൽ അല്ലെങ്കിൽ നിയോ ലിബറൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സങ്കല്പമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. എന്നാൽ നാം ഇവിടെ പറയുന്ന ലിബറലിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്നും വളരെയധികം പ്രസക്തമായ ഒരാശയമാണ് എന്ന് പറയാം. ഇനി ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു സമൂഹത്തിൽ, നാം ഇന്ന് ജീവിക്കുന്ന കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സമൂഹത്തിൽ ഈ ആശയം എങ്ങനെയാണ് വരുന്നത്, അത് എത്രമാത്രം ഇന്നും പ്രസക്തമാണ് എന്നുകൂടി സൂചിപ്പിച്ച് ഞാനിത് അവസാനിപ്പിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലിബറലിസം എന്ന് പറയുന്ന, ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സ്വതന്ത്ര വ്യക്തി, ആ വ്യക്തികൾ തമ്മിലുള്ള സംവാദം, അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സാമൂഹ്യമായ കരാറുകളുടെ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ഉണ്ടായി വരുന്ന ജനായത്ത ഭരണകൂടത്തെ പറ്റിയുള്ള സങ്കല്പം, സാമ്രാജ്യത്വ വിരുദ്ധ സമരം, ജന്മിത്വ വിരുദ്ധ സമരം, ഇതൊക്കെ ഈ പറയുന്ന ആശയങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത് നമ്മുടെ ഇവിടെ ഈ കൊളോണിയൽ ഭരണത്തിന് ശേഷം ഇവിടെ ഉണ്ടായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റ് സാമാന്യ വിദ്യാഭ്യാസമോ ഒക്കെ ലഭിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പറയുന്ന ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു വിമർശനാത്മകമായിട്ടുള്ള ചിന്ത രൂപപ്പെട്ടു വരുമ്പോഴാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികൾ രൂപപ്പെട്ടു വരികയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള ചില സങ്കല്പങ്ങൾ ഉണ്ടായി വരികയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഉണ്ടായി വരികയൊക്കെ ചെയ്യുന്നത്. ഈ കൊളോണിയൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് തന്നെ ഉണ്ടായി വന്ന ബുദ്ധിജീവികളുടെയും അല്ലെങ്കിൽ ആ തരത്തിലുള്ള മനുഷ്യരുടെയും നേതൃത്വത്തിലാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഉണ്ടായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ ലിബറൽ ആശയങ്ങൾ ഉണ്ടാവുന്നത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ പറയുന്ന പുതിയ വിദ്യാഭ്യാസം ലഭിച്ച മനുഷ്യരുടെ ചിന്തകളുടെയൊക്കെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ അത്തരം കൊളോണിയൽ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ആ ഒരു കാലഘട്ടം സ്വാഭാവികമായിട്ടും ഇത്തരം പുതിയ പല ആശയങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരു മഹാത്മാവ്, ഒരിക്കലും അദ്ദേഹം ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കൊളോണിയൽ വിദ്യാഭ്യാസമോ ലഭിച്ചിട്ടുള്ള ആളെല്ലാം നമുക്കറിയാം. എങ്കിലും അദ്ദേഹവും അവതരിപ്പിച്ച പല ആശയങ്ങളും നമുക്കറിയാവുന്ന പോലെ മനുഷ്യനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം, ജാതി വിരുദ്ധത, വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം അല്ലെങ്കിൽ വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ആരാധനാ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതൊക്കെ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിലുള്ളതാണ്. ഇതെല്ലാം ലിബറൽ ആശയങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അത് കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ കൊളോണിയൽ വിദ്യാഭ്യാസത്തിലൂടെ വന്ന ഈ പുതിയ ഒരു സമൂഹവും ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഇത്തരം തദ്ദേശീയമായിട്ട് ചിന്തിക്കാൻ ശേഷിയുള്ള പരിഷ്കർത്താക്കളും എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആശയങ്ങൾക്ക് ഒരു പ്രചാരം ലഭിക്കുന്നത്. അത് അയ്യങ്കാളിയാവാം അല്ലെങ്കിൽ പൊയ്കയിലപ്പച്ചനാവാം. അവരൊന്നും കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്ന ബുദ്ധിജീവികളാണെന്ന് പറയാൻ കഴിയില്ല.
അപ്പോൾ ഈ തദ്ദേശീയമായിട്ടുള്ള ചില ധാരകളും ഈ ലിബറലിസത്തിന് നമ്മുടെ രാജ്യത്തുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് കേരളത്തിൽ മാത്രം അവസ്ഥയല്ല, ഇന്ത്യയിലുടനീളം നമുക്ക് നോക്കിയാൽ ഈ സ്വാതന്ത്ര്യബോധം എന്ന് പറയുന്നതിൻ്റെ വേരുകൾ മുഴുവൻ യൂറോപ്പിൽ നിന്നാണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ നാട്ടിൽ ഭക്തിപ്രസ്ഥാനം നമ്മൾ പറയുന്ന പിന്നെ 15 അല്ലെങ്കിൽ 16 നൂറ്റാണ്ടുകളിലൊക്കെ ഇന്ത്യയിൽ പലയിടങ്ങളിലുണ്ടായിട്ടുള്ള ഭക്തിപ്രസ്ഥാനത്തിൽ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ചില സങ്കല്പങ്ങളുണ്ട്. ഉദാഹരണത്തിന് കബീർ ആവാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാംദേവ് ആവാം, അതല്ലെങ്കിൽ സൂഫി ട്രഡീഷനിൽ പെട്ടിട്ടുള്ള ചില പിന്നെ സിദ്ധന്മാരായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള നിരവധി മൂവ്മെൻറ്റ്സ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവരവരുടേതായിട്ടുള്ള ചില സങ്കല്പങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളവരാണ്. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ കൊളോണിയൽ വിദ്യാഭ്യാസവും അതുണ്ടാക്കിയിട്ടുള്ള പുതിയ ചലനങ്ങളും ഇന്ത്യൻ ലിബറലിസത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അങ്ങനെ ഇന്ത്യൻ ലിബറലിസം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് തന്നെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അത് അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ളൊരു ദേശീയത മാത്രമായിരുന്നില്ല, അത് പിന്നെ ജാതിരഹിതമായ ഒരു പൊതുസമൂഹവും കൂടിയായിരുന്നു നമുക്കറിയാം. അപ്പോൾ അത് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത, യൂറോപ്പിലൊന്നും ഒരുപക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു സ്വാതന്ത്ര്യ സങ്കല്പമാണ് അംബേദ്കർ അവതരിപ്പിക്കുന്നത്. അതേപോലെ ഗാന്ധി അവതരിപ്പിച്ച ഒരു സ്വാതന്ത്ര്യ സങ്കല്പമുണ്ട്, അതും ഈ വളരെ തദ്ദേശീയമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യ സങ്കല്പമാണ് നമുക്കറിയാം. ഇവരൊക്കെ കൊളോണിയൽ വിദ്യാഭ്യാസവും ഒക്കെ കിട്ടിയ യൂറോപ്യൻ ആധുനികതയുമായും യൂറോപ്യൻ ലിബറലിസവുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളുകളായിരുന്നെങ്കിലും അവർ ഈ രൂപപ്പെടുത്തിയെടുത്ത ഈ ലിബറൽ ആശയങ്ങളെന്ന് പറയുന്നത് തീർത്തും നമ്മുടെ ഇന്ത്യൻ എന്ന് വിളിക്കാവുന്ന, തദ്ദേശീയം എന്ന് വിളിക്കാവുന്ന സ്വാതന്ത്ര്യ സങ്കല്പങ്ങളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മളിവിടെ വിവേകാനന്ദൻ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സങ്കല്പമുണ്ട്. അങ്ങനെ പലരും, ഞാനത് മുഴുവൻ പറയുന്നില്ല. നെഹ്റുവിൻ്റെ പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സങ്കല്പമുണ്ട്. ഇവിടെയുള്ള സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവരവരുടേതായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഉണ്ടായിരുന്ന മതങ്ങൾ, അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിവിടെ ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും അത്തരം മതങ്ങളൊക്കെ വരുന്നത് മതപ്രചരണവും മതത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളൊരു കാര്യവും മാത്രമായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയിൽ അവരെല്ലാം ഇടപെട്ടിട്ടുണ്ട്. അതിലൂടെ അന്ന് നിലനിന്നിരുന്ന ജാതി അടിമത്തത്തെ വലിയ തോതിൽ വെല്ലുവിളിക്കാൻ ഈ പറയുന്ന ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല ഈ ക്രിസ്തുമതമാണ് ഇവിടെ ഈ മിഷണറിമാരിലൂടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള പിന്നെ ആദ്യ ശ്രമങ്ങൾ നടത്തിയത്, അച്ചടി കൊണ്ടുവരുന്നത്, ഗദ്യം വികസിപ്പിക്കുന്നത്. അതെല്ലാം നമ്മുടെ ഈ ലിബറലിസത്തിന് വളരെ വലിയ ഒരു പിന്നെ മുതൽക്കൂട്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അങ്ങനെ അതുപോലെ 1850 മുതൽ 1921 വരെ കൃത്യമായിട്ട് നീണ്ടു നിൽക്കുന്ന മലബാറിലെ ജന്മിത്വവിരുദ്ധ സാമ്രാജ്യത്വവിരുദ്ധ സമരത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് മലബാറിലെ ഇസ്ലാം മതത്തിൻ്റെയും സൂഫി പാരമ്പര്യത്തിൻ്റെയും ശക്തമായ നേതൃത്വമാണ്. അവിടെ അവർ ഒരു സ്വാതന്ത്ര്യ സങ്കല്പം അവതരിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് യൂറോപ്പിലെ മതങ്ങൾ പലപ്പോഴും ഈ സ്വാതന്ത്ര്യബോധത്തിനും വ്യക്തിബോധത്തിനും ഒക്കെ എതിരായിട്ടാണ് നിന്നതെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ജാതി വ്യവസ്ഥയ്ക്കും ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിൽ മതങ്ങളും അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ലിബറലിസത്തെക്കുറിച്ചുള്ള ആലോചന നമുക്ക് യൂറോപ്യൻ പശ്ചാത്തലത്തിൽ മാത്രം നിർത്തിക്കൊണ്ട് നിർവഹിക്കാനാവില്ല. വിവിധ ധാരകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ആശയങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇത് പൊതുവിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഈ പറഞ്ഞതെല്ലാം വ്യത്യസ്ത അഭിപ്രായമുള്ളതാണ്, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്, പരസ്പരം എതിരിടുന്ന കാഴ്ചപ്പാടുകൾ അതിനകത്തുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ വ്യത്യാസങ്ങൾ ഇതൊക്കെ തമ്മിലുണ്ടെങ്കിലും അവരെല്ലാം പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം, അത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ സഹിഷ്ണുത എന്ന് പറയുന്നൊരാശയമാണ്. അത് പിന്നെ പൊതുവിൽ ഈ മതങ്ങളായാലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പിന്നെ കൊളോണിയൽ വിദ്യാഭ്യാസത്തിലൂടെ വന്ന നമ്മുടെ ബുദ്ധിജീവികളായാലും തദ്ദേശീയരായിട്ടുള്ള ഈ ലിബറൽ ബുദ്ധിജീവികളായാലും അവരെല്ലാം പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ സംവാദാത്മകമായിട്ടുള്ള ഒരു സഹിഷ്ണുത എന്ന് പറയുന്നത്. തങ്ങളുടെ അഭിപ്രായമാണ് ശരി എന്നുള്ളതുകൊണ്ട് അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അവരാരും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാവുന്നതുപോലെ ഗുണ്ടർട്ട്,
അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ക്രിസ്തുമത ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു പുരോഹിതനായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ നോക്കിയാൽ അദ്ദേഹം ഇവിടെ നിലനിന്നിരുന്ന ഈ ഹിന്ദു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മതത്തിനകത്തുള്ള പല സങ്കല്പങ്ങളെയും വിമർശിച്ചുകൊണ്ട് ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സംവാദത്തിൻ്റെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിനെ അവഹേളിക്കാനോ അപമാനിക്കാനോ അല്ല, മറിച്ച് അതുമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനാണ് ഗുണ്ടർട്ട് ശ്രമിക്കുന്നത്. അതുപോലെ നമ്മുടെ സനാഉള്ള മക്തി തങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ ക്രിസ്തുമതമായിട്ട് അദ്ദേഹത്തിന് ധാരാളം സംവാദങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. സംവാദമാണ്, അതിനകത്ത് ഈ പറയുന്ന ഉന്മൂലനത്തിൻ്റെയോ അല്ലെങ്കിൽ വിഭാഗീയതയുടെയോ ആയിട്ടുള്ളൊരു സങ്കല്പമല്ല, തിയോളജിക്കലായിട്ടുള്ളൊരു ഡിസ്കഷനാണ് അതിനകത്ത് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നാരായണ ഗുരുവിൻ്റെ ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയോജിപ്പുകൾ നമ്മുടെ വാഗ്ഭടാനന്ദനെ പോലുള്ള ആളുകൾ നിർവഹിക്കുന്നുണ്ട്. അതും സംവാദാത്മകമായിട്ടാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഉന്മൂലനം എന്ന് പറയുന്ന ഒരു സങ്കല്പം അതിനകത്തില്ല. അതുപോലെ ഗാന്ധി അംബേദ്കറും തമ്മിലുള്ള സംവാദം നിങ്ങൾക്കറിയാം. അത് രണ്ടുപേരും അതിനിശിതമായ വാദഗതികൾ അവതരിപ്പിക്കുമ്പോഴും അവർ രണ്ടുപേരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിൽക്കുകയും ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഗാന്ധിയും നെഹ്റുവും തമ്മിലും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗാന്ധി തൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ട് അംഗീകരിച്ചത് നെഹ്റുവിനെയാണ് നമുക്കറിയാം. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളൊക്കെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും അവർ ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനും ആ ആശയങ്ങൾ വിജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ചരിത്രത്തിൽ സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അമിതാധികാരത്തെ, പുറന്തള്ളലിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതുമായി യോജിക്കുന്ന ഒരു തരത്തിലുള്ള ആശയഗതിയും ഇന്ത്യൻ സമൂഹത്തിൽ വാസ്തവത്തിൽ ഉണ്ടായി വന്നിട്ടില്ല. എന്നാൽ സ്വാഭാവികമായും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ലിബറൽ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായി നിലനിന്നിരുന്ന സാംസ്കാരിക ദേശീയവാദത്തിൻ്റെ ഒരു ധാര ഇന്ത്യയിൽ വളരെ പ്രബലമായിരുന്നു എന്ന് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ശത്രുക്കളായിരുന്നു. ഇന്ത്യയിലേക്ക് വന്ന വിദേശ മതങ്ങളായാലും സംസ്കാരങ്ങളായാലും അധികാര ശക്തികളായാലും എല്ലാവരും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്ന മട്ടിലാണ് അവർ കണ്ടത്. അങ്ങനെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ദേശീയതാവാദികൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്നു. ആ സാംസ്കാരിക ദേശീയവാദത്തിൻ്റെ വലിയ ഒരു അപകടകരമായ വളർച്ചയുടെ സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. സമകാല ഹിന്ദുത്വം എന്ന് പറയുന്നത് ആ സാംസ്കാരിക ദേശീയവാദത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. അത് മുന്നോട്ട് വെക്കുന്ന സങ്കല്പം എന്ന് പറയുന്നത്, അവരുടെ മൗലികമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഈ എക്സ്ക്ലൂഷൻ ആണ്. അത് ഇന്ത്യൻ ലിബറലിസത്തിന് ഒട്ടും തന്നെ ചേരാത്ത ഒരു ആശയമാണ്. അതുകൊണ്ട് ഇന്ത്യൻ ലിബറലിസത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഏക ആശയ പ്രപഞ്ചം ഒരുപക്ഷെ ഹിന്ദുത്വ ആശയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലിബറലിസം എന്ന ആശയം രൂപപ്പെട്ടു വരുന്നത് യൂറോപ്പിലാണെങ്കിലും അത് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ, അങ്ങനെയാണ് ചില വിദേശത്തൊക്കെയുള്ള ചില ചെടികൾ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്ക് അനുസരിച്ച് സ്വയം രൂപം മാറുന്നത് പോലെ ലിബറലിസം എന്ന ആശയം യൂറോപ്പിൽ 17-18 നൂറ്റാണ്ടുകളിലൊക്കെ ആയിട്ടുണ്ടായി വന്നതാണെങ്കിലും അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വന്നപ്പോൾ, ഇന്ത്യൻ സന്ദർഭത്തിലേക്ക് വന്നപ്പോൾ അത് ഇന്ത്യൻ സന്ദർഭത്തിനനുസരിച്ച് സ്വയം മാറുകയും ധാരാളം ആശയഗതികളുള്ള ഒരു ശാഖോപശാഖകളുടെ വലിയ വൃക്ഷമായിട്ട് ഇന്ത്യയിൽ മാറിത്തീരുകയും ചെയ്തു. ആ നിരവധി ശാഖകളുടെ സമന്വയ രൂപമാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു അടിത്തട്ടിൽ ഈ ലിബറൽ അല്ലെങ്കിൽ ലിബറലിസം എന്ന് പറയുന്ന വലിയൊരു ആശയ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.